മാജിക് സ്ക്രീനിൽ നിങ്ങൾ 24 മാജിക് സ്ക്രീനിലേക്ക് നോക്കുക. അധികാരത്തിൽ കയറാൻ ഡൽഹിയിൽ മിനിമം 36 മണ്ഡലങ്ങളിൽ വിജയിച്ചിരിക്കണം. അത്രേ ഉള്ളൂ. അതേയുള്ളൂ മാജിക്. നമ്മുടെ മാജിക് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 24 ഇലക്ഷന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന നമ്പറാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ ലളിതമായി ഒരൊറ്റ നോട്ടത്തിൽ യാതൊരു ജാടയും വേലയില്ലാതെ കാണാൻ പറ്റും. അത് വളരെ ലളിതമാണ്. റെഡി. അപ്പോ ഫെബ്രുവരി 14 പറയാമായിരുന്നു. യാതൊരു ജാടയും വേലയും പോലുമില്ല. ഒരൊറ്റ നോട്ടത്തിൽ നോക്കി എന്തെങ്കിലും കൺഫ്യൂഷൻ. നമ്മളെ കുറിച്ച് തന്നെ പറയുന്നത് തള്ളി തള്ളി നമ്മൾ അവസാനം യുവമാർക്ക് തള്ളലേ ഉള്ളൂ പണി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. വാലന്റൈൻസ് ഡേക്ക് പറയാൻ പറ്റിയ ടോണിലാണ് നമ്മൾ തള്ള നാട്ടുകാർ തള്ളൂ നമുക്ക് വേണ്ടി. നമ്മൾ തന്നെ പറയണല്ലോ. ഈ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയൂ, നമ്മളൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ ഞാനൊരു നല്ലവനാണെന്നേ ആരെയും പറയാൻ ഒരു സൗന്ദര്യാത്മകമായ 39 നിന്ന് ബി ജെ പി 41 കയറി 30 അഭിമാനം ഉണ്ടാക്കരുത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ സംപൂജ്യമായി നിന്നവർ ഞാൻ പറഞ്ഞത് ആ സീറ്റ് ഒരു സീറ്റ് മാത്രമാവില്ല. അവർ അവരുടെ വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ളത് അത് അവർക്ക് റിവൈവലിന്റെ സൂചന ലക്ഷണമാണ്. ഇവിടെ മാത്രമല്ല പഞ്ചാബിലടക്കം. അപ്പൊ കോൺഗ്രസ് 1, BJP 41, AAP 28. ഇത് ഇനി എണ്ണാൻ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നും പറയാനായിട്ടില്ല. നിങ്ങൾ ശരിക്കുണ്ടല്ലോ. BJP 40, ആം ആദ്മി പാർട്ടി 30 വിനോദ് അദ്ദേഹം എഴുതുന്നു. യുവർ ഷർട്ട് കളർ ഈസ് എ പ്രോബ്ലം ഉണ്ടോ? നോ വെരി ഗുഡ്. ഒരു പ്രശ്നമില്ല. മുഖസ്തുതിക്ക് പറയല്ല, ഇംഗ്ലീഷ് വാർത്താ ചാനലിനെ പറ്റിയ ആളല്ല. കാര്യം അമേരിക്കക്കാർക്ക് മനസ്സിലാക്കും. പക്ഷേ വിജയേട്ടനെ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ വിജയേട്ടൻ ചങ്ങനാശ്ശേരി എന്നുള്ള റിപ്പോർട്ട് സൂപ്പർ ആയിരിക്കും. ചങ്ങനാശ്ശേരി ബ്യൂറോ ചീഫ് English super. Unfortunately, I met the political leader of which party? Congress. Ready. പക്ഷേ വിജയവാർ തകർക്കും കേട്ടോ. BJP 39. കോൺഗ്രസ് 30. നമ്മൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ അങ്ങ് അനൗൺസ് ചെയ്തേക്കട്ടെ. നല്ലൊരു സമയം. അപ്പൊ നിങ്ങൾ അപ്പൊ എല്ലാവരും വരിക. നമ്മളൊരു വലിയ അനൗൺസ്മെന്റ് നടത്താൻ പോകുന്നു. 24ന്റെ ഇംഗ്ലീഷ് വാർത്താ ചാനൽ തുടങ്ങുന്നു യൂട്യൂബിൽ. നമ്മൾ തന്നെ നിലവിളിച്ചു. അപ്പൊ അതിന്റെ പേര് നമ്മൾ തന്നെ നിലവിളിക്കാവുള്ളൂ. ആ ദുഃഖ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. 24 ഇന്റർനാഷണൽ ആയിരിക്കും അതിന്റെ പേര്. ആഷ്മി എന്ന് പറഞ്ഞോളൂ. 24 ഇന്റർനാഷണൽ അത് ഡേറ്റ് അനൗൺസ് ചെയ്യാറില്ല. അത് വിജയകുമാറിനെ ചങ്ങനാശ്ശേരി വേണോ കോട്ടയത്ത് വേണോ റിപ്പോർട്ടറായിട്ട് ഇന്റർനാഷണൽ എന്റെ കൈ തരിക്കുന്നു. തമാശയാണെന്ന് പറയാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ വിജയന്റെ ഇംഗ്ലീഷ് ഒക്കെ ചെലവാക്കാനുള്ള അവസരം വരുന്നു. 28-41 BJP 28-41 ആം ആദ്മി പാർട്ടി 28. ഏറ്റവും അവസാനത്തെ കക്ഷി. ആകെയുള്ള സീറ്റുകൾ 70. ആം ആദ്മി പാർട്ടി 28. BJP 41. 41. BJP 41. നന്നായി. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് മാറി മറിയലുകൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. കാരണം ഒരുപാട് എണ്ണ കിടക്കുക അല്ലേ? ഇഷ്ടംപോലെ കൽക്കാജിയിലെ മൊത്തം 12 റൗണ്ടിൽ ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്ന 2ാമത്തെ റൗണ്ടാ. അപ്പൊ ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളും എണ്ണിക്കൊണ്ടിരിക്കുന്ന ആദ്യ റൗണ്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഇനി വരാനിരിക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ കൊണ്ടം രൂപപ്പെടുമെന്നുള്ളതായിരുന്നു കാത്തിരുന്നത്. കാത്തിരിക്കണം, ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. കാത്തിരിക്കൂ അവർ പറയാണ്. എന്തും സംഭവിക്കാമെന്ന് അറിയില്ല. അവിടെ രാജീന്ദ്ര നഗർ മണ്ഡലത്തിൽ BJPയുടെ ഉമംഗ് ബജാജ് 3200 വോട്ടുകൾക്ക് ലീഡ് ചെയ്യണം. സൂപ്പർ കമന്റുകൾ പ്രേക്ഷകർ അടിക്കുന്നുണ്ട്. അവരെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. ലെഫ്റ്റ് റൈറ്റ് അതിൽ കള്ളപ്പര മനസ്സിലായി. ലെഫ്റ്റ് റൈറ്റ് അടിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അഹങ്കാരം തലക്ക് പിടിച്ച ഇന്ത്യ ബ്ലോക്കിനെ തകർത്ത രാഹുൽ ഗാന്ധിക്ക് അഭിനന്ദനങ്ങൾ.
നമ്മുടെ അഭിപ്രായമല്ല. പിന്നെ പക്ഷേ അതിനകത്തുള്ള പരിഹാസം നമ്മൾ ഉൾക്കൊള്ളുന്നു. പരിഹാസത്തിന് ഒരു കിരണം അല്ലേ, ഒരു പൊൻകിരണം, പരിഹാസത്തിന്റെ പൊൻകിരണം. കുഞ്ഞുങ്ങളല്ലല്ലോ, നേരത്തെ താമര കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് വീട്ടിലായി. ഇപ്പൊ അതല്ല. ഓക്കെ റെഡി, ഓക്കെ റെഡി. ഹാഷ്മി റെഡി. വിജയകുമാർ പാലിമുള്ള വേണോ? അല്ല, വിജയൻ ചായ ഓക്കെ റെഡി. പറഞ്ഞോളൂ. ആപ്പ് ഏറ്റവും പുതിയ കണക്ക് 28, ബിജെപി 42, കോൺഗ്രസ് ഇല്ല. മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനവും മറ്റേ അതേഴ്സും അല്ലെ, നമ്മുടെ സമാജ്വാദി പാർട്ടി ഒക്കെ അവിടെ വേണം അല്ലേ? ജനങ്ങൾ തീരുമാനിക്കണ്ടേ? ജനങ്ങൾ ജനാധിപത്യത്തിൽ ഒരു കുഴപ്പമുണ്ട്, വിവരമുണ്ടെന്ന് മനസ്സിലായി. ജനാധിപത്യത്തിൽ ഓക്കെ റെഡി. അപ്പൊ നമുക്ക് പ്രസാദ് പറയുന്നു, എന്താ ഉള്ളിലൊരു ഓറഞ്ച് കളർ? അത് ഹാർട്ടിന്റെയാ. അത് ഹൃദയം എടുത്ത് കൈപ്പിടിച്ചു. അതാണ് പ്രശ്നം. ഓക്കെ, പാർട്ടി 31 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. ബിജെപി 38. പക്ഷേ ഇവിടെ ഒരുപാട് മണ്ഡലങ്ങൾ നമ്മുടെ രാഷ്ട്രീയ അധികായൻ നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിം. അതാണ് എല്ലാം 4-5 റൗണ്ട് ആയതേ ഉള്ളൂ. അപ്പൊ ആം ആദ്മി പാർട്ടി 31, ബിജെപി 38, കോൺഗ്രസ് 1 തിരിച്ചു വന്നിരിക്കുന്നു. കോൺഗ്രസ് ലീഡ്. അതിനിടയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ തന്നെ ലീഡ് ചെയ്യുന്നത്. പ്രേക്ഷകർ നമുക്ക് ഉണ്ട്. നമ്മളെ ചീത്ത പറയാനല്ലേ അവിടെ ഉണ്ട്. ആ മീശ തടവിക്കൊണ്ട് ചെറുപ്പക്കാരൻ എന്നെ ചീത്ത പറഞ്ഞു. ഇപ്പൊ ഈ സെക്കൻഡ് എനിക്കറിയാം. കാര്യം എന്തറിയോ, എന്റെ മനസ്സിലൊരാളൽ നമ്മള് പറഞ്ഞതിനിടയ്ക്ക് മനീഷ് സിസോദിയ ലീഡ് ചെയ്തു, ലീഡ് ചെയ്യുന്നു, കെജ്രിവാൾ ലീഡ് ചെയ്യുന്നു, അതിഷി ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിയുടെ ലീഡ് നേരത്തെ പറഞ്ഞല്ലേ അല്ല പോയി. ആം ആദ്മി പാർട്ടിയുടെ ലീഡ് 31 വന്നു, ബിജെപി 38 കുറഞ്ഞു. ഡൽഹിയിലെ മുഖ്യമന്ത്രി അതിഷി 300 വോട്ടുകൾക്ക് മുന്നിൽ. ഇപ്പൊ ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ആം ആദ്മി പാർട്ടി 31 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു, ബിജെപി 39 സീറ്റുകൾ. കോൺഗ്രസും മറ്റുള്ളവരും നിർഭാഗ്യവശാൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നില്ല. കോൺഗ്രസിന് ഇപ്പൊ പോയതാ, അടുത്ത നിമിഷം വന്നു എന്ന് വരാം. എന്തും സംഭവിക്കാം. ഡൽഹിയിലെ വോട്ടർമാർ അല്ലേ, അവര് നമ്മുടെ ആർ കെ പുരത്ത് ബിജെപി ലീഡ് ചെയ്യുന്നു. മലയാളികളുണ്ട്, കരോൾ ബാഗില് മലയാളികളുണ്ട്, ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും മലയാളികളുണ്ട്. മലയാളികൾ എങ്ങനെയായിരുന്നു? ഡൽഹി പോലീസിലൊക്കെ ഇഷ്ടംപോലെ മലയാളം ഉണ്ടായിരുന്നു. ഡൽഹി പോലീസിൽ വീർപ്പൂട്ടി പോയോ? ബിജെപി 41, ആം ആദ്മി പാർട്ടി 29, 41 ഇപ്പോഴും പറയാറായിട്ടില്ല. നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് പോകാൻ കാത്തിരുന്നെങ്കിൽ വെറുതെയായി. ഒരു മണിക്കൂർ നിങ്ങൾ കുറച്ചുകൂടി ഇരിക്കണം. എന്തായാലും ഇന്നിപ്പോ അവധി, ശനിയാഴ്ച അല്ലേ, സാറ്റർഡേ ആണ്. സൗദിയിലൊക്കെ ജോലിയിലാണ് അവര്, പല ആൾക്കാരും നമുക്കറിയാം. പക്ഷെ നിങ്ങൾ വളരെ ശബ്ദം, ബിജെപി 42, ഈ പൊളിക്കൂന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി പൊലിക്കുന്ന പറഞ്ഞല്ലേ. ഈ ഹാഷ്മിയുടെ വിജയ് അതല്ല, ഇതിനെ സംബന്ധിച്ച് റേറസ്റ്റ് ഓഫ് ദ റേർ ഇംഗ്ലീഷ് ആയത്. അതൊരു ഫുൾ സ്ക്രീനിൽ ഒന്ന് കാണിച്ചാലോ? ബിജെപി അവിടെ എന്താ നടക്കുന്നത് അറിയാൻ വേണ്ടി. ആയിട്ടില്ല, പക്ഷേ ഫുൾ സ്ക്രീനിൽ കണ്ടോളൂ. ബിജെപി ആഘോഷങ്ങൾ പിടിക്കുന്നു. അതായത് 42 സീറ്റുകളിലേക്ക് അല്ലെ, 42 സീറ്റിൽ ചെന്നപ്പോ തന്നെ അവർക്ക് ആഹ്ലാദം അണപൊട്ടി ഒഴുകുന്നു. ആഹ്ലാദം ഈ അണപൊട്ടുന്നു. മാത്രമല്ല, പ്രതിപക്ഷം എത്ര കാലം ഇരിക്കും? യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ മറ്റേ യു ഡി എഫിന് അതേ അവസ്ഥയാണ്. കാരണം കാലം പുറത്തിരിക്കും. അതിനിടയ്ക്ക് പ്രിയങ്ക ഗാന്ധി ഒരു പ്രതികരണം വരുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധി കണ്ണൂർ വിമാനത്താവളത്തിലെത്തി. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങൾ പ്രിയങ്ക അറിഞ്ഞിട്ടില്ല, ലീഡ് നില കണ്ടിട്ടില്ല. ആയിരിക്കും പ്രതികരിക്കാൻ സമയമായിട്ടില്ല പറയുന്നത്. അപ്പൊ അത് കണ്ടിട്ട് പ്രതികരിക്കാൻ പറയുന്നത്. അറിഞ്ഞിട്ട് പ്രതികരിക്കാം. നല്ല തീരുമാനം. വഴി വെച്ച് പറഞ്ഞായിരുന്നു. ഈ യാന്ന് മര്യാദക്ക് പറഞ്ഞു. ആ ഡ്രൈവറൊക്കെ കിടക്കുന്ന പോലെ എന്ത് മാറി? എന്തോ മാറുന്നു പറഞ്ഞാൽ മാറിയില്ല. 6 സീറ്റിൽ ബിജെപി 43-27.
SK 6 സീറ്റുകളിൽ BJP-യുടെ ലീഡ് 1000 ആണ്. 3 സീറ്റുകളിൽ BJP-യുടെ സീറ്റ് 500 300 ഇടയ്ക്കാണ്. വേണം അങ്ങോട്ട് മാറ്റം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൂടി ഇരിക്കേണ്ടി വരും. ഒരു 90 മിനിറ്റ് അരമണിക്കൂർ എന്തായിരിക്കും? ഹാഫ് ഡേ ലീവ് എടുത്ത് ഒരു ലഞ്ച് കൂടെ കഴിച്ചിട്ട് പോയാൽ മതി ഓഫീസിൽ. മാത്രമല്ല ഊണൊക്കെ റെഡിയാക്കാത്ത ഒരു കടയിൽ നിന്ന് വരുത്തിക്കോളൂ. സ്വിഗ്ഗിയോ ഏതെങ്കിലും അല്ലേ, സ്വിഗ്ഗിയോ സൊമാറ്റോ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്തോളൂ. നമ്മൾ ആരുടെയും പേര് പറഞ്ഞാൽ അവർക്കൊരു പരസ്യമാവും. ഇവരെന്താന്നറിയ, ഈ സ്വിഗ്ഗിക്കാരൊക്കെ ഇപ്പൊ പറയും അങ്ങനെ എന്റെ പേര് പറയടാ എന്ന് പറയും. ഒറ്റ പൈസ വാങ്ങാതാണ് നമ്മൾ പറയുന്നത്. ഇത്ര പേരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നില്ലേ? ഞാൻ സൊമാറ്റോ പറഞ്ഞു, ഞാൻ സൊമാറ്റോ പറഞ്ഞു, സ്വിഗ്ഗി പറഞ്ഞു. രണ്ട് കടകൾ. മുഖത്ത് പറയല്ലോ, വിജയനോട് എനിക്ക് സന്തോഷം കൂടിയതുകൊണ്ട് ഇന്ന് ഞാൻ അത്യാവശ്യമായിട്ട് 3 ചപ്പാത്തിയും കിഴങ്ങറിയും വാങ്ങിച്ചു. ആയിക്കോട്ടെ, ഞാൻ എനിക്കത് എനിക്കും ചിക്കൻ വേണ്ട. ആഷ്മിക്ക് ഇപ്പം യഥാർത്ഥത്തിൽ ആനയെ തിന്നാനുള്ള വിശപ്പില്ലേ? എനിക്കറിയാം. ഒരു ഡൽഹിയിലെ മൊത്തം സീറ്റ് 70 എണ്ണമാണ്. പുറത്തു വരുന്ന സ്ഥലസൂചന 70 എണ്ണത്തിന്റെയാണ്. അതിൽ ആ 27 ആണ്. BJP 43 ആണ്. കോൺഗ്രസിന് ഒന്നുമില്ല, മറ്റുള്ളവർക്ക് ഒന്നുമില്ല. പറഞ്ഞു സസ്പെൻസ് ആക്കി. ഞാൻ എന്തോ പറഞ്ഞു വരുമ്പോഴല്ലോ എന്തോ ഒരു ചെറിയ ഒരു രാഷ്ട്രീയ വിശാരദൻ. രാഷ്ട്രീയ വിശാരദൻ. കൽക്കാജിയിൽ മുഖ്യമന്ത്രി അതിശി മുന്നിലാണ്. ആരാണല്ലോ ഏറ്റവും അവസാനം കക്ഷിയില്ല. കൽക്കാജിയിൽ മുഖ്യമന്ത്രി അതിശി പിന്നിൽ. ഡൽഹി ഭരിക്കുന്ന മുഖ്യമന്ത്രി അതിശി പിന്നിലാണെന്നുള്ള വാർത്ത വരുന്നു. തൊട്ടടുത്ത നിമിഷം ചിലപ്പോൾ മുന്നിലായി എന്ന് വരും. ഇപ്പോ അതിഷി ഒരു ഏറ്റവും കുറഞ്ഞ 12 തവണ മുന്നിൽ പോയിട്ട് 15 തവണ പിന്നിലുമായിട്ടുണ്ട്. കേറും ഇറങ്ങും. പൊളിറ്റിക്കൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട് കൽക്കാജിയിൽ. ഹെവി ഫൈറ്റ്.